ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തോട്ട് പോവാന്നേ. വൈകുന്നേരം ഇപ്പോൾ ഒരു 6:15 ആയി. നമ്മൾ ബീച്ചിലൊന്ന് പോയി. മീനുട്ടി ഒന്ന് കുറച്ച് നാളായല്ലോ പനിയൊക്കെ കാണാൻ പോയിട്ട്. ഇപ്പോൾ ഇല്ലാണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് പോയി കറങ്ങിയൊക്കെ വരാന്ന് വിചാരിച്ച് ഞങ്ങള് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാം. അവിടുത്തെ ചെറിയ ചെറിയ വിശേഷമൊക്കെയാണ്. ഇരുട്ടാവുന്നുണ്ട്, സന്ധ്യയായി, സൺസെറ്റ് ഒക്കെ ആവാറായി. കറങ്ങിയിട്ട് വരട്ടെ, ഇനി നിന്ന് സമയം കളയുന്നില്ല. അതെ, അങ്ങോട്ട് പോകുമ്പോ ഞാൻ വീഡിയോസ് ഒക്കെ കാണിക്കാം. പോവാനൊക്കെ റെഡിയായി. ചിരി കണ്ടില്ലയോ? കേറട്ടെ കേറട്ടെ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല സൺസെറ്റ് ആവാറായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നേ. നമ്മൾ ഈ സ്പോട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ വലിയഴീക്കലോട്ട് പോകുന്നതിനുള്ള ആ ഒരു പാലം കയറുമ്പോഴത്തെയാണ്. രണ്ട് സൈഡിലും കായലും പിന്നെ നമ്മൾ നേരെ ബീച്ചിൻ്റെ അവിടോട്ട് പോകുന്ന പോർഷനും. അപ്പം നല്ല വ്യൂ ആയിരുന്നു, നല്ല രസമായിരുന്നു. ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഫോണിൽ അത്ര ഭംഗിയിൽ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ഡിം ചെയ്ത് ഇതിൽ എന്താ പറയുന്നത്, ലൈറ്റ് ഇങ്ങനെ തീരെ കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ സൂര്യനെ ഇങ്ങനെ ഫുൾ റൗണ്ടിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പം നല്ല രസമായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ചെന്ന് എന്താ പറയുന്നത്, ലെഫ്റ്റ് റൈറ്റ് തിരിയല്ലോ, അതായത് ബീച്ചിലോട്ട് പോകുന്നതിൻ്റെ ആ പോർഷനിലെത്തിയപ്പോഴത്തേക്ക് അവിടെയൊക്കെ നല്ല ഭംഗിയായിരുന്നു ആ സൂര്യനെ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. അപ്പം നമ്മുടെ വലിയഴീക്കൽ ആ ഭാഗത്താണ്. നമ്മളിവിടെ ഇറങ്ങിയില്ല. ഇവിടെ ഒരു ചെറിയൊരു ബീച്ച് ഏരിയ ഉണ്ട്, പക്ഷെ നമ്മളവിടെ ഇറങ്ങിയില്ല. കാരണം അവിടത്തേക്കാൾ കൂടുതൽ എന്താ പറയുന്നത്, നമുക്ക് അപ്പുറത്താണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കായിരുന്നു സൺസെറ്റ് ഇങ്ങനെ ആവാറായി. അങ്ങനെ നമ്മൾ പാലത്തേൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ സൺസെറ്റ് കഴിഞ്ഞു. പക്ഷേ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. കാരണം ഇത് നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു ഏരിയ, ഇങ്ങനെ ബോട്ടൊക്കെ പോകുന്നതും സൺസെറ്റും ഒക്കെ ആയിട്ട്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ മണ്ടകുത്തിത്തരങ്ങളെല്ലാം കാണിക്കത്തുള്ളൂ. ആ പാലത്തിൽ നിന്നിട്ടായിരുന്നു നമ്മൾ വീഡിയോ എടുത്തത്. വാ പോവാം നമുക്ക്, വാ ഇങ്ങോട്ട് ടാറ്റാ. ഓടടാ, ഓട്ടം തുടങ്ങിയിട്ട് മീനുട്ടിയെ അവിടെ എൻജോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വാ, പയ്യെ പയ്യെ അവിടെ നിക്ക്. മീനമ്മ മീനമ്മ ടാറ്റാ. ഒരു പേടിയില്ല കേട്ടോ. മീനുട്ടി ഞങ്ങള് പോവാം. പോവാന്ന് പറഞ്ഞപ്പോ തിരിച്ചെത്തി. അച്ചാടെ കൈ പിടിച്ചു. രണ്ടു മേടിച്ച് തരാം. താങ്ക് യു. തരാം അവിടോട്ട് പോട്ടെ. ചൂടാ അമ്മ പിടിക്കാം. അവിടെ കുറേ പാനിപ്പൂരി സംഭവങ്ങളും പിന്നെ ബേൽപൂരി എന്തൊക്കെയോ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും വാങ്ങിയില്ല. നേരെ ചെന്ന് ചൂട് കപ്പലണ്ടിയൊക്കെ വാങ്ങി നേരെ അങ്ങോട്ട് നടന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, കാരണം അന്ന് ഒരു ഫ്രൈഡേ ആയിരുന്നു നമ്മൾ പോയത്. ഈ ഫ്രൈഡേ ആയിരുന്നു, അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയല്ലോ. ലേറ്റ് എന്ന് വെച്ചാൽ 6:30 ആയി ചെന്നപ്പോഴത്തേക്ക്. നമ്മൾ ലേറ്റായിട്ട് പോയതാണ്, എങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് കുഞ്ഞൊക്കെ ആയിട്ട് കുറച്ച് സ്വസ്ഥമായിട്ടൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ ഫിഷ് സ്പായ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതുവരെ ഫിഷ് സ്പാ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒത്തിരി ഒട്ടകങ്ങളുണ്ടായിരുന്നു. നേരത്തെ കുതിരയൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒത്തിരി ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു. മണ്ണാ പിന്നല്ലാതെ ബീച്ചിൽ പിന്നെ മണ്ണില്ലയോ? നോണ്ട മോനെ, ക്യാമലിനെ കണ്ടോ? ക്യാമൽ കണ്ടോ? ക്യാമൽ ബാ
ക്യാമ്പല്ല ക്യാമൽ, ക്യാമൽ, ക്യാമ്പല്ല ക്യാമൽ. മോനെ എന്തോ അത്? ക്യാമൽ, ക്യാമ്പല്ല ക്യാമൽ, ക്യാമൽ. അത് വേണ്ട, ആ ഉണ്ട് മീനുട്ടിക്ക്. അമ്മാവൻ വന്നിട്ടുണ്ട്. ഈ ചേച്ചിയാണെങ്കിൽ ബീച്ചിന് അവിടെ ഇങ്ങനെ പാനിപ്പൂരി വിൽക്കാണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പം വലിയ കച്ചവടവും കാര്യം ആരും ഇല്ലായിരുന്നു ആ ചേച്ചിയുടെ അടുത്ത്. അപ്പം വലിയ രസം കാണത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ വേണ്ട പറഞ്ഞ് പോയത്. അപ്പോൾ പിന്നീട് പറഞ്ഞ എന്നാൽ ഒരെണ്ണം വാങ്ങി നോക്കാമെന്നും പറഞ്ഞിട്ട് ഒരു പാനിപ്പൂരി വാങ്ങി. അപ്പം മീനുട്ടിക്ക് ഒരു ബോളും ഒക്കെ ആ ചേച്ചി കൊടുത്ത് ഒരു പാനിപ്പൂരി വാങ്ങി ഞങ്ങൾ കഴിച്ചു. അടിപൊളി പാനിപ്പൂരി ആയിരുന്നു. നമ്മളല്ലാണ്ട് ഈ റോഡ് സൈഡിലൊക്കെ പാനിപ്പൂരിയൊക്കെ കൊടുക്കുമല്ലോ, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ സൂപ്പർ സാധനമായിരുന്നു ഇത്. അങ്ങനെ ആ ടേസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഒരെണ്ണം കൂടി വാങ്ങി. താഴെ പോവും. ഉണ്ട് രണ്ടെണ്ണം പറഞ്ഞോ. ഇറങ്ങുന്നില്ലയോ? ഓയ് ഏണ്ടി വെള്ളത്തിലിറങ്ങുന്നില്ലയോ? അവിടെ അച്ഛാ വരട്ടെ. ചെരുപ്പ് അവിടെ പോയി ഊരിട്ടിട്ട് വാ. ഊരിട്ടിട്ട് വാ. ഞാൻ മാനു വെക്കുന്നില്ല, അത് സാരില്ല. നനഞ്ഞോ? അങ്ങനെ നനയും. കളാവോ? എന്താ നനഞ്ഞോ? അങ്ങനെ പിന്നെ വെള്ളം വീണ നനയത്തില്ലേ? സാരിയില്ല കേട്ടോ, നമുക്ക് ഡ്രസ്സ് മാറാം കേട്ടോ. ഊരണ്ടോ? പിന്നെ ഊരാ. വെള്ളം വന്ന് അടിക്കുമ്പോ ചിരിക്കും. വൈല അങ്ങോട്ട് വരുന്ന മീനുട്ടി. അയ്യോ, വെള്ളത്തിക്കളിയുടെ ഉസ്താദാണ് മീനൂട്ടി. ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. ഇടയ്ക്ക് വെളിയിലൊക്കെ ഇറങ്ങി പൈപ്പിൻ്റെ വീട്ടിലൊക്കെ കളിയാണ്. ഇവിടെ ഇപ്പം ബീച്ച് വന്നിട്ടും ആൾ നല്ല കളിയായിരുന്നു. പക്ഷേ പാൻറ് നനയുന്നത്, മണ്ണ് പറ്റുന്നത്, ഇതൊക്കെ ആളിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു കാര്യം മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് വെള്ളം വന്നിട്ട് വെള്ളം തിരിച്ച് അലിഞ്ഞിറങ്ങുന്ന സമയത്താണ് പറയുന്നത്, അയ്യോ അമ്മേ എൻ്റെ പാൻറ് നനഞ്ഞ്, പാൻറ് ഊര് എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം തുടങ്ങും. വെള്ളം വരുമ്പോഴത്തേക്ക് നല്ല സന്തോഷവും കളിയുമാണ്. അങ്ങനെ കുറേ നേരം എന്തായാലും അച്ഛനും മോളും കൂടെ കളിച്ച്, ഞാൻ അധികം ഇറങ്ങിയില്ല, ജസ്റ്റ് അവിടെ നിന്നതേ ഉള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും കുറേ നേരം കളിയൊക്കെ ഇങ്ങനെ നടത്തി. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് നമ്മൾ പയ്യെ തിരിച്ചു പോകാനായിട്ടുള്ള പരിപാടി തുടങ്ങി. മീനുട്ടിയുടെ ഡ്രസ്സൊക്കെ ഒത്തിരി നനഞ്ഞിട്ട് നമ്മളങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പനി പിടിച്ചാലോ, കാരണം ബീച്ചിലല്ലേ കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം നിർത്തിയിട്ട്
നമ്മൾ നേരെ ഇങ്ങ് പോന്നു. ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഞാൻ പോയത് മീനൂട്ടിക്ക്. എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ടർക്കിയും അവൾക്കുള്ള ഡ്രസ്സും പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലിൽ വെള്ളവും ഒക്കെ എടുത്ത് എല്ലാ സെറ്റപ്പിലാണ് ഇറങ്ങിയത്. ഇവിടെ അടിപൊളി മീനൂട്ടിയുടെ ഡ്രസ്സൊക്കെ മാറി സെറ്റായി ഇല്ലേ മീനൂട്ടി? ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ കേട്ടോണ് അത്. അമ്മ ഇവിടെ ഇരുന്നു കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരുന്ന് കഥ പറയാം അല്ലേ? ഇത് കായലിൻ്റെ ഭാഗം അല്ലേ? കായലല്ലയോ? പൊഴി കടലിൻ്റെ തന്നെ പൊഴി. അവിടെ ഇരിക്കാം ഇറങ്ങണ്ട. ദിഗള്ളി അയ്യോ കക്കാറച്ചി പിടിച്ച് ഇവിടെ നിൽക്ക്. ഓടരുത്. ഹെൽമെറ്റ് ഒക്കെ വെക്കാം. ബാ വീഴും. മീനൂട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് ഒട്ടും മനസ്സില്ല. അവൾ തിരിച്ച് ഓട്ടമാണ്. പിന്നെ പിടിച്ച് എങ്ങനെയും വണ്ടി കയറ്റി കൊണ്ടുവന്നു. അപ്പോഴത്തേക്കാളും ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. ചെറിയ ഒരു ഔട്ടിങ്, അതായത് കുറേ നാളായില്ല ബീച്ചിൽ പോയിട്ട്. അങ്ങനെ മീനൂട്ടിയും കൊണ്ട് ഇറങ്ങിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.